ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇന്ന് 30 വെള്ളിയാണ്. അതുപോലെ ഹനുമത് ജയന്തി. അതുപോലെ തന്നെ മറ്റൊരു വിശേഷം കൂടെ ഉള്ളത് അമാവാസി ആരംഭം. അപ്പോൾ ഇന്ന് എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഉണ്ടല്ല, നമുക്ക് നോക്കാവേ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് റീഡ് ചെയ്യാം. ഇത് ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. 7 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. 5 ഓഫ് കപ്സ്, 8 ഓഫ് വാണ്ട്സ്. നമുക്ക് നോക്കാതെ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. മെഡിറ്റേഷൻ ചെയ്തിട്ട് ഉള്ളിലെ വെളിച്ചം കാണാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ പലരും ഇപ്പോൾ കുറച്ചൊക്കെ അറിവ് നേടുന്നു എന്നുള്ളതാണ് കാണുന്നത്. കുറച്ചൊക്കെ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആകുന്നുണ്ട്. അതായത് ഒരുമാതിരി നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്ന് കരുതി എല്ലാം ത്യജിച്ചിട്ട് സ്പിരിച്വൽ വേയിലൂടെ വരുന്ന കാര്യമല്ല പറഞ്ഞത്. എന്നിരുന്നാൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുന്നു. അഥവാ അതുമല്ല ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെയും ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെയും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉൾവെളിച്ചം ലഭിക്കുന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പണ്ടെങ്ങോ നിങ്ങളോടൊപ്പം കൂടെ പഠിച്ച സുഹൃത്തുക്കളെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അപ്പോൾ കൂടെ പഠിച്ച സുഹൃത്തുക്കളല്ല എങ്കിൽ കൂടെയും ബാല്യകാലത്ത് കൂടെ കളിച്ചു വളർന്ന ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില കൂട്ടുകാരെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഒത്തിരി സ്നേഹിച്ചിരുന്ന ആൾക്കാരാവാം. അപ്പം അവരെയൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾ അടുത്ത കാലത്തായിട്ട് കാണാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആരെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുമല്ല എങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഒരുപാട് ശത്രുതയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ളവരാവാം, അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ആവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരും ആകാം. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഒരുപാട് ശത്രുതയിലാണ്ടിരുന്ന ഏതെങ്കിലും ചില വ്യക്തികൾ നിങ്ങളോട് വന്നിട്ട് സൗഹൃദം പുലർത്തുന്നതും ആവാം. വീണ്ടും
വരുത്തുന്നു, അല്ലെങ്കിൽ വീണ്ടും തുടരുന്നു, ആ ഒരു സൗഹൃദം വീണ്ടും തുടങ്ങി വയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്തായാലും നിങ്ങൾക്കിത് പഴയ സൗഹൃദങ്ങളെ പുതുക്കുന്ന, അല്ലെങ്കിൽ പഴയ സ്നേഹത്തെ പുതുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ആരെങ്കിലും ആകാം. അത് വളരെയധികം സിൻസിയർ ലവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്ന് ചേരാം. ആദ്യത്തെയൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് ചേരാൻ, കാരണം മുന്നോട്ട് ഇവരുടെ സ്നേഹം ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള തോന്നലോടുകൂടി വീണ്ടും സൗഹൃദത്തിലാവുന്ന ഒരു എനർജിയാണ്, വീണ്ടും സൗഹൃദം കൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ആ ഒരു പഴയ സ്നേഹത്തിന് വീണ്ടും ഒരു മാറ്റം ഉണ്ടായിട്ട് മുന്നോട്ട് വരികയാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം കൺമുന്നിൽ നിന്നും എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്ന എനർജി. ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇന്ന് ചിലപ്പോൾ കബളിപ്പിക്കാനുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് സൂക്ഷിക്കണം. കാരണം അമാവാസി കൂടെ ആരംഭിക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചിലർക്ക് അനാവശ്യകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതുമല്ല എങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിക്കാന്, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് രസിക്കാന് ഒക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പരിഹസിച്ച് ചിരിക്കാനൊക്കെയുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും, അവിടെ നിന്ന് നിങ്ങൾക്കത് രക്ഷപ്പെടാനും പറ്റും. കുറച്ചൊക്കെ ഒന്ന് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആരെങ്കിലും ഒന്ന് വഴക്കിന് വരിക, ആരെങ്കിലും ആവശ്യമില്ലാത്തത് സംസാരിക്കുക, ഈ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ ഒന്ന് മൗനം പാലിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് ആവശ്യമില്ലാതെ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാതെ സംസാരിക്കുക. ഇനി അതുമല്ല എങ്കിൽ പ്രണയം നടിച്ചിട്ട് സ്നേഹം ഉണ്ട്, ഒരുപാട് കാലം കൊണ്ട് പ്രണയിക്കുന്നു എന്നൊക്കെ ഒത്തിരി കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് അടുത്തുകൂടാൻ ശ്രമിക്കുക, അങ്ങനെയും ഉണ്ടാകാം. അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും എനർജി ഉണ്ട്. അഥവാ നിങ്ങളോട് ഫിനാൻസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിക്കാനോ ഒക്കെ ആരെങ്കിലും അടുത്തു കൂടുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ 5 ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ 2 കപ്പുകൾ നിറഞ്ഞു കവിഞ്ഞ സ്നേഹമുണ്ട്, പക്ഷെ ഒഴിഞ്ഞു പോയതിനെയാണ് ഇവിടെ നോക്കി ദുഃഖിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്, ഉള്ളത് കാണുന്നില്ല, ഇല്ലാത്തതിനെ ഓർത്തിട്ട് വിഷമിക്കുക. അപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങളെ കാണുക. നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒത്തിരി ആരോഗ്യപരമായാലും അതുപോലെ തന്നെ വെൽത്തിലായാലും പല കാര്യങ്ങൾ, പല സൗഭാഗ്യങ്ങളെയും പല സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് വാരിക്കോരി സൗഭാഗ്യങ്ങളെ തന്നിട്ടുണ്ട്. പിന്നെ എന്നാലും ചിലർക്ക് എന്തുകൊണ്ടാണ് ദുഃഖങ്ങൾ വിട്ടുമാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒരു നിങ്ങളുടെ കർമ്മയുടെ ഭാഗമാണ്, അത് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ കുറേയൊക്കെ ഉണ്ടെങ്കിലും ഇല്ലായ്മ തന്നെ പറഞ്ഞു ചിലരുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ വീണ്ടും പരാതി പറയുക, അങ്ങനെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ മാറ്റിക്കളയാവുന്നതാണ്. ആ ഒരു എനർജിയെ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ ആ ഒരു എനർജിയെ നിങ്ങൾ ഒരിക്കലും വഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം കുറഞ്ഞു പോയിരിക്കുന്നു, സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ എന്താണ് ഭാവിക്കേണ്ടത്? ഞാൻ അബണ്ടന്റ് ആണ്, ഞാൻ സക്സസ് ആണ്, ഇതാണ് നിങ്ങൾ ഭാവിച്ച് നടക്കേണ്ടത്. അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു എനർജി വന്നു ചേരുകയുള്ളൂ. മനസ്സിലായി? അല്ലാതെ എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇല്ലായ്മയുടെ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിറയ്ക്കുന്നത് ആ ഒരു എനർജിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനും പാടില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനും പാടില്ല. എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നല്ല സമൃദ്ധിയാണ്, ഞാൻ സമൃദ്ധിയിലാണ് എല്ലായ്പ്പോഴും ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു നിലയിൽ വേണം, അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽ വേണം നിങ്ങൾ മുന്നോട്ട് കഴിയാൻ. അപ്പോഴേ വീണ്ടും നിങ്ങളിലേക്ക് വന്നു നിറയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇല്ലായ്മയെ നോക്കുകയാണ്, ഉള്ളത് കാണുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പരാതി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം ഇവിടെ ഉപേക്ഷിക്കാവുന്നതാണ് എന്നാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? വളരെയധികം ആവേശത്തോടു കൂടി മുന്നോട്ട് കുതിക്കാനുള്ള ആ ഒരു പ്രവണത ഉണ്ടാവുന്നു. ഈ ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ വല്ലാത്തൊരു ആവേശം തോന്നുന്നു, അല്ലാത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ പ്രോഗ്രസ് ഉണ്ടാവാം.
മനസ്സിലായി. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ ട്രിപ്പ് പോകാനുള്ള സാധ്യത, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ടൂർ പോകുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത് എങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും ഒരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തുടക്കം വെച്ചിട്ടുണ്ടാവാം. ആദ്യമായിട്ട് എന്തെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു തുടക്കം വെച്ചിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകാവുന്നതാണ്. മനസ്സിലായി. മുന്നോട്ട് നല്ലൊരു പ്രോഗ്രസ്സിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാരണം എന്താണ്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ആവേശത്തോടുകൂടി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ അത്യാവശ്യം എന്താണ് വേണ്ടത്? കോൺഫിഡൻസ് ആണ്, അല്ലേ? ഞാൻ ഇത് ചെയ്താൽ എനിക്കിത് വിജയമാകും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആവേശം ഉണ്ടാകും അതിലേക്ക് മുന്നോട്ട് കടക്കാൻ. അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു. ഇനി അഥവാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ ഒരു റീയൂണിയൻ സംഭവിക്കാം, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജി ആവാം. അങ്ങനെയൊക്കെയുള്ള ചില എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ 9 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇവിടെ എല്ലാം തികഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്തോ ഒരാൾ വരാനുണ്ട് ജീവിതത്തിൽ, വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ആ വ്യക്തി വന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് സാധിക്കുന്നില്ലയോ, അവർ വരുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയോടുകൂടി ഇവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷന് വേണ്ടി എന്തോ ഒന്ന് ലഭിക്കാനുണ്ട്. അപ്പൊ ലഭിക്കാനുള്ള ആ ഒരു എനർജിയിലേക്ക് ഇങ്ങനെ ദൃഷ്ടി നട്ടിരിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ. മനസ്സിലായി. അത്തരം ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വാൺസ് ഹയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി, അഥവാ അതാണ് ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി എന്ന് പറയുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദന കൊണ്ടാണിത്. വളരെ ആകാംക്ഷ കൊണ്ട് കണ്ണുകൾ ഇങ്ങനെ തള്ളുകയാണ്. എന്താണത് വരാത്തത്, എന്തുകൊണ്ട് എനിക്കത് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി ഉണ്ടെങ്കിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യം ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ക്വീൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സാധ്യമാകുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് ചുറ്റിനും, എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂടുതൽ ഇമോഷൻസ് ആണ് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ട്, ഇവിടെ നമുക്ക് പരിവർത്തനം വരാൻ പോകുന്നു, ഇവിടെ സണ്ണുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പീജൺ സമാധാനത്തിന്റെ പറവയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. കപ്പ് നിറഞ്ഞിരിക്കുന്നു, മത്സ്യം ഉണ്ട്, ഇവിടെ ഫിഷ്. അത് ആഗ്രഹങ്ങളെ കൊണ്ടുതരുന്നതാണ്. അഥവാ ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്ന് തുള്ളിച്ചാടുന്ന ഒരു എനർജിയാണത്. ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ച് പുലർത്തിയിരുന്ന ആഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. അത് പുറത്തേക്ക് വരികയാണ്, വിതുമ്പിക്കൊണ്ട് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ചാടി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു എനർജി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോടെ എന്തോ പറയാനുണ്ട്. മനസ്സിലായി. അതിപ്പോ തന്നെ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ വയ്യ എന്ന് പറഞ്ഞ് വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇത് ഫിഷിനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിറയെ സ്നേഹമാണ്, ഹൃദയം നിറച്ച സ്നേഹമുണ്ട്. അതിൽ നിന്നും ഇങ്ങനെ തിളച്ചു പൊന്തുകയാണ് വികാരങ്ങൾ, അപ്പൊ ഇമോഷൻസ്. അപ്പൊ അത് മറ്റൊരാളിനോട് പ്രകടിപ്പിക്കാതെ പറ്റുന്നില്ല. മനസ്സിലായി. അതിനായിട്ട് വളരെയധികം ആകാംക്ഷയോടുകൂടിയിരിക്കുന്നു. അതിനായിട്ട് നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയും ആഗ്രഹിക്കുക. മനസ്സിലായോ? അപ്പൊ ചുറ്റിനും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. ഈ ഒരേ ഒരു കാര്യത്തിലേക്ക് ഇമോഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെയാണ് കാത്തിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ വന്നു ചേരാവുന്നതാണെന്നാണ് കാണുന്നത്. അതുപോലെ എംപ്രസിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എംപ്രസ് എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കുന്ന എനർജി, കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷം ലഭിക്കുന്ന എനർജി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസം എംപ്രസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്.
അപ്പോൾ സ്ത്രീയൂർജ്ജമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഇന്ന് മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിനോടൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു. അപ്പോൾ കുടുംബത്തോടൊപ്പം ചേർന്ന് സന്തോഷിക്കുകയാണ്. ഇവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇവിടെ വളരെ ഉയർന്ന ഒരു മഹാറാണിയായിട്ട് വാഴാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനും കുറവില്ല. ഇവിടെ പ്രോസ്പെറിറ്റി, ഐശ്വര്യം, അതുപോലെ തന്നെ സമൃദ്ധി ഒക്കെയും ഇവിടെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളോടൊപ്പം കൂടാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കൂടാൻ മറ്റുള്ളവരും കൂടുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടേതായ ആ ഒരു പോസിറ്റീവ് എനർജി. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ വിട്ടുപോകാതെ കാത്തിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് സ്നേഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ദൈവാനുഗ്രഹമാണ്, കൂടുതലായിട്ട് ഇവിടെ ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവാനുഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജി ഉണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിവൈനായിട്ട് ഗിഫ്റ്റ് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പക്ഷി കണ്ടില്ല, പ്രത്യാശയുടേതായ കിരണങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയിരുന്ന് വിഷമിക്കുന്നു, നിരാശ അനുഭവിക്കുന്നു. പക്ഷെ എന്താണ് ഇവിടെ വേണ്ടത് ലഭിക്കുന്നില്ല. ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ അത്യാവശ്യത്തിനുള്ള കാര്യം മാത്രം ഇവിടെ ലഭിച്ചിട്ടില്ല. ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തി വരുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആ ജോലി ലഭിക്കുന്നില്ല. മനസ്സിലായോ? ഇമോഷണലി വീക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഭിക്കുന്നില്ല. ഒത്തിരി പ്രയാസപ്പെട്ടു പ്രയത്നിച്ചു, പക്ഷേ ഉദ്ദേശിച്ചത് മാത്രം ഇവിടെ ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരും. അപ്പോൾ അതുപോലും ചിലപ്പോൾ കാണാതെ ഇരിക്കുന്നു. അങ്ങനെ നിങ്ങൾ കാണാതെ ഇരിക്കരുത്. എന്താണോ നിങ്ങളിലേക്ക് വരുന്നത് അതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സമർത്ഥരായിട്ടിരിക്കണം. മനസ്സിലായോ? അത്രമാത്രം കോൺസെൻട്രേഷനോട് കൂടി വേണം നിങ്ങൾ ഇരിക്കാൻ. എപ്പോഴും ചുറ്റുപാടും ഒരു കണ്ണുണ്ടാവണം, എപ്പോഴും ഒരു ശ്രദ്ധയിൽ വേണം ജീവിക്കാൻ. അല്ലാതെ എല്ലാം മറന്ന് ഇരിക്കാൻ പാടില്ല. ചിലപ്പോഴുണ്ടായി ചിലരൊക്കെ എന്ത് ജോലി ചെയ്ത് എല്ലാം മറന്നിരിക്കുന്ന ചില ആൾക്കാർ. അത് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, സമയത്തിന്റെ വില അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിരാശ കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിവൈൻ ഗിഫ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സമയവും വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും കാര്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ നിന്ന്, അപ്പോൾ അതിനുവേണ്ടി എന്താണോ വരാൻ പോകുന്നത് അതിനുവേണ്ടി വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ദൈവാനുഗ്രഹം ഏത് വഴിയിലും വരാം, എങ്ങനെയും വരാം. ആളിന്റെ രൂപത്തിലാകാം, സാധനങ്ങളുടെ രൂപത്തിലാകാം, അപ്പോൾ ഗോൾഡിന്റെ രൂപത്തിലാകാം. എങ്ങനെയും ദൈവാനുഗ്രഹം വരാൻ, ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്ന വഴികൾ ഒരുപാടാണ്. അപ്പോൾ അത് ഏതൊരു രൂപത്തിലും നിങ്ങളിലേക്ക് വന്നു ചേരാം. അതുകൊണ്ട് എല്ലായ്പ്പോഴും ശ്രദ്ധയില്ലാതെ ഇരിക്കരുത്, അശ്രദ്ധമായിട്ടിരിക്കരുത്, ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്കിന്ന് കാളിദേവി നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്നൊന്ന് നോക്കാവേ. വലിയ കാർഡ്സ് അല്ലേ, എപ്പോഴും കയ്യിലെടുത്ത് ഷഫിൾ ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഒരു കാർഡ് എടുത്ത് 2 എണ്ണം വന്നിട്ടുണ്ട്. എന്താണ് ഇന്ന് ദേവിയുടെ അനുഗ്രഹം, എന്താണ് ബ്ലെസ്സിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മെസ്സേജ് എന്താണ് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് ഷെഡ് ഓൾഡ് സ്കിൻ എന്നുള്ളതാണ്. അപ്പോൾ ഷെഡ് ഓൾഡ് സ്കിൻ എന്ന് പറയുന്നത് ഇവിടെ പറയാം, നിങ്ങളുടെ പഴയ സ്കിന്നിനെ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പഴയ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കാവുന്നതാണ്. പാമ്പുകളൊക്കെ പടം പൊഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും നവജീവൻ വെച്ച് വരാൻ വേണ്ടിയിട്ടാണ്. വൃക്ഷങ്ങളൊക്കെ ഇലകൾ പൊഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും പുതിയ ഉന്മേഷത്തോടു കൂടി തളിർത്തു കൊഴുത്ത് വീണ്ടും നല്ല ഇലകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ പഴയ ഇലകളെ കൊഴിച്ചു കളയുന്നത്, പുതിയ ഇലകളെ വരവേൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ നമ്മളും അങ്ങനെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പാമ്പുകൾ പടം പൊഴിക്കുന്നത് പോലെ തന്നെ വേണം നമ്മൾ ആയാലും നമ്മളുടെ ഉള്ളിലെ എല്ലാ വിധത്തിലുമുള്ള ദുശ്ചിന്തകളെയും അകറ്റി വേണം കഴിയാൻ.
മനസ്സിലായി? ഉള്ളിലെ അഴുക്കുകളെ നിർമ്മാർജ്ജനം ചെയ്യുക, എന്നിട്ട് പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ടുവരിക, പുതിയ പുതിയ എനർജീസിനെ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് ദേവി ഇവിടെ നമുക്ക് തരുന്ന ഒരു വലിയൊരു ഉപദേശം, ഒരു മെസ്സേജ്. അതാണ് ഇവിടെ ഇഗ്നൈറ്റ് യുവർ പാഷൻസ്. നിങ്ങൾക്ക് പാഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവേശത്തെ ഒന്ന് ജ്വലിപ്പിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവേശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പല കാര്യങ്ങളിലും ഇവിടെ ആവേശമുണ്ട് അല്ലേ? അപ്പോൾ എന്ത് കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ നിങ്ങൾ അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്, അതിനെ കണ്ടെത്തുകയാണ് വേണ്ടത്. എന്താണോ എൻ്റെ ഉള്ളിൽ ജ്വലിച്ച് എൻ്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു ജോലി വേണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഞാൻ എന്ത് ചെയ്യണോ, എൻ്റെ ഉള്ളിലെ ആവേശത്തെ ഞാൻ ജ്വലിപ്പിക്കണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഒരു രക്ഷയുമില്ല. മനസ്സിലായി? എൻ്റെ ഉള്ളിലുള്ള ആ അഭിനിവേശം ഉണ്ടല്ലോ, ആ ആഗ്രഹം, ആവേശത്തെ ജ്വലിപ്പിച്ചാൽ മാത്രമേ എനിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ആവേശത്തെ ഒന്ന് ജ്വലിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ എഫേർട്ട് എടുക്കുക, അതുപോലെ തന്നെ അതിലൊരു സക്സസ് നേടാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ ദേവിയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഇവിടെ 3 ടേക്ക് നോട്ട് ഓഫ് ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടേക്ക് നോട്ട് ഓഫ് ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കുറച്ചുകൂടി ഇൻറ്റ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുള്ള വ്യക്തികളാവാം. പല കാര്യങ്ങളിൽ നിങ്ങൾ ആകാംക്ഷപ്പെടുന്നുണ്ടാവാം, പല കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഫിയർ അനുഭവിക്കുന്നുണ്ടാവാം, എങ്ങനെ മുന്നോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങൾക്ക് അതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചാണ് വരുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. മേ പ്ലാൻസ് ആൻഡ് ഫോക്കസ്. കണ്ടില്ലേ? ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട്, അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരണമെങ്കിൽ എന്താണ്? ഈ 3 എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരാതെ പറ്റില്ല. മനസ്സിലായോ? 3 എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങൾ കുറച്ച് പവർലെസ് ആവുന്നു. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇനിയിപ്പോൾ തന്നെയുമല്ല, ഇനിയിപ്പം അമാവാസ്യൊക്കെ വരുമല്ല, ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഇമോഷൻസ് ഹൈ ആവുന്ന ഒരു സമയമാണ്. ആ ഇമോഷൻസ് ഹൈ ആവുന്നത് ചിലപ്പോൾ എന്താണ്? ചില നെഗറ്റീവ് എനർജി ആവാം, നെഗറ്റീവ് ഇമോഷൻസ് ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിയർ അനുഭവിക്കാം, ആങ്സൈറ്റി വരാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്ലാനിനെ, എന്തൊക്കെ പ്ലാൻസ് ഉണ്ടോ അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ചില മുൻകാർഡിലാണെങ്കിൽ ഇൻഡ്യൂട്ടീവ് ആകുന്നു, മുന്നോട്ട് ചേഞ്ച് വരുത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് അടുത്തത് വന്നിരിക്കുന്നത്? അടുത്ത കാർഡ് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരാനുള്ള സാധ്യതയാണ്. കാരണം നിങ്ങളുടേതായ പ്ലാൻസിനെ ഫോക്കസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ അഭിനിവേശത്തെ ജ്വലിപ്പിക്കുക. തീർച്ചയായിട്ടും എങ്കിലല്ലേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കൂ. അല്ലാതെ നിങ്ങൾ മടി പിടിച്ചൊരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ സഫലമാകുകയില്ല, മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ്. ഒത്തിരി എന്താണ്? ധൈര്യം കൊടുക്കുക. അതുപോലെ ധൈര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെയോ ഹോണസ്റ്റ് ആവാനും കൂടെ ശ്രമിക്കുക. ബ്രേവ് ആവുക മാത്രമല്ല, ഹോണസ്റ്റ് കൂടിയാവണം. തീർച്ചയായിട്ടും ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, കളങ്കമില്ലാത്ത ഒരു മനസ്സ്, അവിടെയാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന്, അല്ലേ? ഈ മനസ്സിൽ എങ്ങനെ നമ്മൾ കളങ്കം വെച്ചിരിക്കുകയാണ്? കാരണം മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ അല്ലെങ്കിൽ അഭിവൃദ്ധിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എനർജിയാണ്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനാവശ്യകരമായ കാര്യത്തിൽ പക വെച്ച് പുലർത്തുക. നമ്മളോട് പണ്ടെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ആവശ്യമില്ലാത്ത പക, വിദ്വേഷം ഉണ്ടാകുക, ഇതൊന്നും പാടില്ല. ഇതിനെയൊക്കെ പാടേ നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ്, പാടേ നിങ്ങൾക്ക് ഒഴിച്ചു കളയാവുന്നതാണ്, ഇതിനൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താവും? പരിശുദ്ധമാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ പരിശുദ്ധമായ ഹൃദയത്തിലാണ് ഈശ്വരവാസം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ദേവി പറയുന്ന അനുഗ്രഹം ഇതാണ്, ദേവിയുടെ മെസ്സേജ് ഇതാണ്, നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ നല്ല കർമ്മയാവും,
നല്ല കർമ്മയ്ക്ക് അനുസരിച്ചുള്ള ഫലമല്ലേ ദേവി ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്ഷ്മി അഷ്ടകം ജപിക്കാവുന്നതാണ്, മഹാലക്ഷ്മിയുടെ അഷ്ടകം ജപിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയോ എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്, നിങ്ങളിലേക്ക് സക്സസും ഹാപ്പിനെസ്സും ഒക്കെ വരുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന എനർജിയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള മാർഗം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഒന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം, ഇന്നത്തെ ഫോർച്യൂൺ എന്താണ് എന്ന്. രണ്ടുമൂന്നെണ്ണം എടുക്കാമേ. ഒരെണ്ണം മതി. ഇത് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ആൻ ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് ടു. നിങ്ങൾക്ക് സ്നേഹമുള്ള കുടുംബം വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്, അത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ്, പുതിയ വീട്ടിലേക്ക് ചിലപ്പോഴുള്ള താമസമാകാം നിങ്ങൾക്ക്. അവിടെ അതുമല്ല എങ്കിൽ പുതിയ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പുതിയ ആറ്റിറ്റ്യൂഡ് കൂടെ ഉണ്ടാവുന്നതാണ്. പുതിയ ചിന്താഗതികൾ, പുതിയ വീട്, പുതിയ ചിന്താഗതികൾ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ലാഡർ വന്നിരിക്കുന്നു, ക്ലൈംബിംഗ് ടുവേർഡ് സക്സസ്, നിങ്ങൾ സക്സസ്സിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത്. ഇതിൻ്റെയൊക്കെയോ കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് സക്സസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബാറ്റ്, ടേക്ക് കെയർ, എനിമീസ് ആർ വർക്കിംഗ് അഗൈൻസ്റ്റ് യു. നമുക്കത് ഇവിടെ നമ്മൾ 7 ഓഫ് സോഡിന്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞു നേടാനോ നിങ്ങളോട് അടുത്ത് കൂടുന്ന ചില ആൾക്കാരുണ്ടാവാം. അങ്ങനെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ പാടുപെടുന്നുണ്ട്, പാര പണിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, ടേക്ക് കെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് അപ്പോഴൊന്നും സംഭവിക്കില്ല. ഇവിടെ ഹോണർ ആൻഡ് റെസ്പെക്റ്റ് വിൽ കം ടു യു. നിങ്ങളിലേക്ക് ആരുടെയോ ആദരവും ബഹുമാനങ്ങളും ബഹുമതികളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളെ പ്രശംസിക്കാനോ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കാനോ ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും കൂടെ മടി വിചാരിക്കല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാൾ ചെയ്യാൻ ശ്രമിക്കല്ലേ ആരും, കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.